ക്രിസ്തുലോട് കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനും അവന്റെ ശരീരമായ നമുക്ക് ഒന്നിച്ച് ആ ജീവൻ അനുഭവിച്ചുകൊണ്ട് തലയായ ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുന്ന ആ ജീവൻ പല അവയവങ്ങളായി നമുക്ക് ഒന്നിച്ച് അനുഭവിക്കുവാൻ നമുക്ക് ലഭിക്കേണ്ട ഒരു ഉദവി ലഭിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് എത്ര മനോഹരമായി നമ്മുടെ മധ്യ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹാളിൽ നമുക്ക് ഒന്നിച്ച് ആ മരണത്തെ ഓർക്കുവാൻ, ഹാളിലുയ ഇതിന് ഒക്കെയും കാരണമായി തീർന്ന കർത്താവിന്റെ ആ ക്രൂശ് മരണത്തെ ഓർക്കുവാൻ ആ കർത്തമേശ ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുമാറാകട്ടെ. സ്തോത്രം. ആ ഒരു ബോധ്യത്തിനു വേണ്ടി കുറച്ചുകൂടെ ഉറപ്പോടുകൂടെ ആ ഒരു കോൺഫിഡൻസ് കിട്ടുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്നുകൂടെ ധ്യാനിക്കുവാൻ ഞാൻ ഇത് ഭാഗം പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഹാളിലെ മനസ്സിൽ വന്നൊരു വാക്യമാണ് റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. സ്തോത്രം എന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ആ വാക്കുകളെ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളും ആ ഒരു ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ ഹാളിൽ ഒന്നിപ്പിച്ച് അടുപ്പിക്കുന്ന എത്ര വലിയ കൃപയാന്ന് നോക്കിയ. സ്തോത്രം. കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അപ്പം ഒരു ഹോളി റെമനന്റ് ദൈവം എല്ലാ കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ഈ ദേശത്ത് ഒറ്റയ്ക്കാണല്ലോ വിശ്വാസത്തിൽ എന്ന് ചിന്തിക്കുമ്പോൾ പോലും നമ്മൾ പോലും അറിയാതെ ചിലപ്പം മറ്റു പകല മേഖലയിലെ ദൈവത്തിന്റെ നെറ്റ്വർക്കിൽ ഹാളിലെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവസം പറയുന്നത് കേട്ടു. ഈവൻ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് പോലും അദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ എഴുന്നേറ്റെന്ന ഹിസ്റ്ററി പറയുന്നെങ്കിലും ഹല്ലേലൂയ അവിടെ വിശ്വാസത്തിൽ നിലനിന്ന ദൈവം അറിയുന്ന ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി ഹല്ലേലൂയ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം പഠിക്കാൻ കാരണമായെങ്കിൽ ആരും അറിയാതെ തന്നെ ദൈവം കീപ്പ് ചെയ്തിരുന്നു. ഒരു വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഒരു ഗ്രൂപ്പ് ആ കാലത്തും ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ അന്ധകാരം നിറഞ്ഞ ഹാളിൽ നൂറ്റാണ്ടുകളാണ് 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ഹാലിലിയ ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരും അറിയാതെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ കാലത്തും. സ്തോത്രം. ഹാലിലിയ. ദൈവത്തിന്റെ ആ ഒരു പർപ്പസ് എത്ര മനോഹരമെന്ന് നോക്കി. എല്ലാ കാലത്തും ഹാലിലിയ ദൈവം തന്റെ കൃപയാൽ ഹാലിലിയ അത് ഹാലിലിയ ഏലിയാവിനെ പോലെ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. ഹാലിലിയ മറ്റു ചില വ്യക്തികളെ പോലെ ഹിസ്റ്ററി കാണണമെന്നില്ല. പക്ഷെങ്കിൽ ആരും അറിയാതെ ഒരു 7000 പേരെ ഹാലിലിയ ദൈവം ആ കാലത്തും സൂക്ഷിച്ചിരുന്നുവെങ്കിൽ സ്തോത്രം അവരെവിടെയാ ജീവിച്ചതെന്നോ എങ്ങനെയാ ജീവിച്ചതെന്നോ ഹാലിലിയ അവരെ എങ്ങനെ ഈ സത്യം അറിഞ്ഞെന്നോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പർപ്പസ് ഉള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഈ സത്യം അറിയിക്കുന്നുണ്ട്. സ്തോത്രം. ഹാലിലിയ. ദൈവത്തിന്റെ പർപ്പസ് ഉള്ളവരെ ഹാലിലിയ ആ സത്യം അറിഞ്ഞവരെ ദൈവം യോജിപ്പിക്കുന്നുമുണ്ട്. സ്തോത്രം. അവർ തമ്മിൽ അറിയുവാൻ ഇടയായി തീരും. സ്തോത്രം. അവർ തമ്മിൽ കൂടുവാൻ ഇടയായി തീരും. അവർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കാൻ ദൈവം വഴിയൊരുക്കും. സ്തോത്രം. ഹാലിലിയ. അങ്ങനെ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഈ കാലത്ത് കൃപയാലൊരു ശേഷിപ്പായിട്ട് മാറുവാൻ ദൈവം നമ്മളെ ഒന്നിപ്പിച്ചതിനായിട്ട് കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യാണ്. സ്തോത്രം. ഹാലിലുയ. ഹാലിലുയ. ആകയാൽ എന്താ ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു ഹാലിലിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടാണ്. എന്താന്ന് വെച്ചാല് ഹാലിലിയ ദൈവം മുന്നറിഞ്ഞിട്ടുള്ളവരെ എന്ത് ചെയ്തിട്ടില്ല? ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. സ്തോത്രം. അപ്പൊ ദൈവം മുന്നറിഞ്ഞിട്ട ഉള്ള ഒരു ഗ്രൂപ്പ് ഹാലിലെ ദൈവത്തിന്റെ ആൾക്കാരുണ്ട്. സ്തോത്രം. അവരെ ദൈവം ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിന് അറിയാം അവർ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണം, അവരെവിടെ ജനിക്കണം, അവർക്ക് അതിരുകളും കാലങ്ങളും ദൈവം നിശ്ചയിച്ചിട്ട് ദൈവത്തെ കാണേണ്ടതിനുള്ള എല്ലാ സിറ്റുവേഷനും ദൈവം ഒരു കൊടുക്കി കൊടുക്കുക. സ്തോത്രം. ഹാലിലി അവർക്ക് വേണ്ടി ദൈവം ഹാലിൽ വളരെ സ്പെഷ്യലായിട്ട് ഹാലിൽ വിശ്വാസികളുടെ രക്ഷിതാവായ കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്പെഷ്യലായിട്ട് ദൈവം മുൻ കണ്ടിട്ടുള്ള തന്റെ മക്കളെ എന്ത് ചെയ്യുകയാണ്? ആ ഒരു ശേഷിപ്പിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ ദൈവം സകല പ്രവൃത്തിയും അവർക്ക് വേണ്ടി നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഹാലിൽ വിളിച്ചവരെ നീതീകരിച്ചവരെ മുന്നറിഞ്ഞവരെ ഹാലിലിയ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ച് വിരിക്കുന്നു. സ്തോത്രം. ഹാലിലിയ. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താണ് വെളിപ്പെടുന്നത്? സ്തോത്രം. ഹാലിലിയ. ഹാലിലിയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. വിളിച്ചവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അവർക്ക് എപ്പോഴും ഈ ശേഷിപ്പിന്റെ അകത്തുനിന്ന് പുറത്തു പോകാതെ വണ്ണം, അവർക്ക് എപ്പോഴും ഈ ശേഷിപ്പിന്റെ അകത്ത് നിലനിൽക്കത്തക്ക വണ്ണം, അവർക്ക് എപ്പോഴും ഈ ശേഷിപ്പിൽ അന്ത്യത്തോളം ആ ശേഷിപ്പിനോട് കൂട്ടായ്മ ബന്ധപ്പെട്ട് നിൽക്കത്തക്ക വണ്ണം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇനി എന്താകുമെന്ന് തോന്നിയേക്കാം. അപ്പൊ പ്രസന്റ് പറയത്തില്ല, ഫ്യൂച്ചർ പറയത്തില്ല. പക്ഷെ ദൈവത്തിന് അറിയാം ഇതിന്റെ അകത്തൊരു പർപ്പസ് ഉണ്ട്. സ്തോത്രം. അങ്ങനെ ആ വ്യക്തികൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യാണ്? വളരെ സ്പെഷ്യലായിട്ട് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദൈവം മുൻ കണ്ടിട്ടുള്ള തന്റെ മക്കൾക്ക് വേണ്ടി. സ്തോത്രം. എന്നിട്ട് പറയുകയാണ് മറ്റുള്ളവരോ അവർക്ക് എന്താ വന്നിരിക്കുന്നത്? സ്തോത്രം. ഹാലിലിയ. ശേഷമുള്ളവരോ
കഠിനപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അതിന് താഴോട്ടുള്ള ഒത്തിരി വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹമുണ്ട്. സമയക്കുറവ് ഞങ്ങൾക്ക് ഇതിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം. അല്ലെ, ദൈവത്തിന്റെ സെലക്ഷന്റെ അകത്ത് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി ദൈവം കരുണ കാണിക്കുന്നതായിട്ടും ശേഷമുള്ളവരുടെ മനസ്സ് കഠിനപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു ദൈവം, ഇങ്ങനെയാണോ നീതി വെളിപ്പെടുത്തുന്നത്? ഞാൻ പല പ്രാവശ്യം പണ്ടൊക്കെ ഓർക്കുമായിരുന്നു, ഇങ്ങനെ ദൈവം കുറെ പേരെ കഠിനപ്പെടുത്തുന്നു, കുറെ പേരെ കരുണയ്ക്ക് അവകാശികളാക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ദൈവത്തിന് മനുഷ്യനെ കഠിനപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഭാഷയിൽ അവരെ കഠിനപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിന് അവരെ അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിച്ച് വിട്ടാൽ മതി. അവർ ഓൾറെഡി കഠിനപ്പെട്ടവരായിട്ട് നിൽക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യാണ്? മാംസളമായിട്ട് ദൈവം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവരുടെ ഹൃദയത്തെ മാംസളമാക്കി മാറ്റി വചനം അവരുടെ അകത്ത് എത്തിച്ചിട്ട് അവരുടെ അകത്ത് വിശ്വാസം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെ കഠിനപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ അർത്ഥം നമ്മൾ അവരുമായിട്ട് വലിയ ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. അവരെ പോലെ നമ്മളും കഠിനപ്പെട്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു. അപ്പൊ അതിന്റെ മാനദണ്ഡം, ആ ഫിൽട്രേഷൻ മാനദണ്ഡം, ശേഷിപ്പ് ദൈവം ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതിന്റെ മാനദണ്ഡം എന്റെ അകത്തെ ഗുണം നോക്കിയിട്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അകത്തെ ക്വാളിറ്റിയോ എന്റെ ബാക്ക്ഗ്രൗണ്ടോ നോക്കിയിട്ടല്ല. അതിന്റെ ഫിൽട്രേഷന്റെ മാനദണ്ഡം ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സിൽ തോന്നുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്റെ നീതിക്കും ദൈവം തന്റെ ദൈവികമായ സ്റ്റാൻഡേർഡും വിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ അകത്താണ് ആ റീസണിങ് കിടക്കുന്നത്. ദൈവത്തിന്റെ ആ ഒരു നീതിയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവം തോന്നുന്നതാണ് ദൈവം ചെയ്യുന്നത്. സ്തോത്രം. ആ ദൈവം ചെയ്യുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അത് നീതിയാണോ ഇത് നീതിയാണോ എന്നൊക്കെ ചിന്തിക്കുക. എന്നാൽ അബ്സല്യൂട്ട് റൈറ്റ്യസ്നെസ്, ഹല്ലേലൂയ, അത് എന്താണ് നീതി എന്ന് നോക്കണമെങ്കിൽ എന്താണ് ദൈവം ചെയ്യുന്നത് അതാണ് നീതി. സ്തോത്രം. ഹല്ലേലൂയ. നീതിയെ വെച്ച് ദൈവത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം ചെയ്യുന്നത് എന്താണോ അത് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്താണ് നീതി എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ നിങ്ങളുടെ കൂടെ വരുമ്പോൾ നിങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെപ്പറ്റും ബോധ്യം വരുത്തുക. എന്താണ് പാപം? നിങ്ങൾ വിശ്വസിക്കായികൾ പാപത്തെക്കുറിച്ച്. ഇനി നീതി എന്താണ്? അവൻ നിങ്ങളോടുകൂടി ഇപ്പോ ഇല്ല, പക്ഷേ യേശുക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സ്തോത്രം. അപ്പം മനുഷ്യർക്ക് തോന്നും ഇതാണോ നീതി എന്ന് നമ്മൾ കാണുന്ന പ്രവൃത്തിയെ നോക്കി മനുഷ്യർ നിന്ദിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമെന്ന് പറയുന്നത്. എന്നാൽ സാധാരണ നമ്മൾ ചിന്തിച്ച നീതി നിമിത്തം നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ചെയ്യപ്പെടുക ചെയ്യേണ്ടത്. സ്തോത്രം. പക്ഷെ ക്രിസ്തീയ നീതിയുടെ പ്രത്യേകത, ഈ നീതി നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യും? ഉപദ്രവിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ വെളിച്ചത്തെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ആ നീതി നിമിത്തം എന്ത് ചെയ്യും? നമ്മൾ ഉപദ്രവിക്കപ്പെടും. അപ്പൊ അവിടെ നീതിയുടെ അർത്ഥം എന്തുവാണ്? അവിടെ എന്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നോ അതാണ് എന്റെ അകത്ത് വെളിപ്പെടുന്നത്. സ്തോത്രം. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നതോ അതാണ് നീതി എന്ന് പറയുന്നത്. സ്തോത്രം. നീതിയിൽ വെച്ച് നമുക്ക് ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു, അവന്റെ പ്രവൃത്തി എന്താണോ അതാണ് നീതി എന്ന് പറയുന്നത്. കാരണം ആന്റി അബ്സല്യൂട്ട് റൈറ്റ്യസ്നെസിന്റെ ആ ഒരു അർത്ഥതലങ്ങൾ സമയത്തിന്റെ വെളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. ഇപ്പം എന്റെ കയ്യിൽ 10 ആപ്പിളുണ്ട്. 2 കുട്ടികൾ എന്റെ മുമ്പിൽ നിന്ന് നിൽക്കുകയാണ്. സ്തോത്രം. ഞാൻ 2 കുട്ടികൾക്കും 5 ആപ്പിൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നീതിയാണ്, ന്യായമാണെന്ന് മനുഷ്യൻ കൽപ്പിക്കും. സ്തോത്രം. പക്ഷെങ്കിൽ അതിൽ ഒരു കുട്ടി 5 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, മറ്റേ കുട്ടി വയറ് നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അന്ന് ഞാൻ മനസ്സിലാക്കുവാണ് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം. അതിനനുസരിച്ച് ആപ്പിൾ ഡിവൈഡ് ചെയ്യും. അതിലിപ്പോ ഈക്വൽ ആയിരിക്കണമെന്നില്ല. പക്ഷെങ്കിൽ മനുഷ്യൻ നോക്കുമ്പോൾ എന്താണ് അവരുടെ അതിന്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് മനുഷ്യൻ ഒറ്റ നോട്ടിക്ക് ഔട്ട്സൈഡ് അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അറിയുന്ന ഒരു വ്യക്തിക്ക് എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ? നീതിയുടെ പ്രവൃത്തി ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു പൂർണ്ണമായിട്ടൊരു എക്സാമ്പിൾ ആയിരിക്കത്തില്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം എല്ലാം കാണുന്നുണ്ട്. സ്തോത്രം. ദൈവം എല്ലാം അറിയുന്നുണ്ട്. സ്തോത്രം. ആ അറിവിന്റെ അകത്ത്, മുന്നറിവിന്റെ അകത്ത് ദൈവം തന്റെ നീതിയിൽ ദൈവത്തിന്റെ ഒരു സെലക്ഷൻ നടക്കുകയാണ്. സ്തോത്രം. അപ്പൊ നമുക്ക് ചോദ്യം കഴിയത്തില്ല. അവിടെ ഈ ഭാഗത്തെ മുഴുവൻ വായിച്ച അവിടെ ഹല്ലേലൂയ കളിമണ്ണിനെ തിരിച്ച് ചോദിക്കാൻ കഴിയത്തില്ല, എന്നെ ഇങ്ങനെ മെടങ്ങി വന്ന് ചോദിക്കാൻ കഴിയത്തില്ല. കാരണം കുശവന്റെ അധികാരത്തിന്റെ കീഴിൽപ്പെട്ടൊരു കാര്യമാണ്. സ്തോത്രം. അവിടെ വേറൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുന്നുണ്ട് ഏശാവിന്റെ സെലക്ഷനും യാക്കോബിന്റെ സെലക്ഷനും. സ്തോത്രം. അപ്പം യാക്കോബിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണോ യാക്കോബിനെ സെലക്ട് ചെയ്തത്? സ്തോത്രം. ദൈവദാസ് ചാൾസ് സ്പർജനോട് ഒരു സഹോദരി ചോദിച്ചായിട്ട് അറിയുന്നേ, ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു, ദൈവം എന്തുകൊണ്ടാണ് ഏശാവിനെ വെറുത്തത്? ഹല്ലേലൂയ. യാക്കോബിനെ സ്നേഹിച്ചു എന്നൊക്കെ ഉൾക്കൊള്ളാം. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഏശാവിനെ വെറുത്തു? അതിൽ ചാൾസ് സ്പർജൻ പറഞ്ഞ മറുപടി, എന്തുകൊണ്ട് ഏശാവിനെ വെറുത്തു എന്നുള്ളത് അല്ല അത്ഭുതം, എന്തുകൊണ്ട് ദൈവം ഏശാവിനെ യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള അത്ഭുതം. കാരണം രണ്ടുപേരും വെറുപ്പാണ് ഡിസേർവ് ചെയ്യുന്നത്. അവരുടെ ജീവിതം വെച്ച് നോക്കിയാൽ രണ്ടുപേരും ഡിസേർവ് ചെയ്യുന്ന വെറുപ്പാണ്. ദൈവത്തിന്റെ ശിക്ഷയാണ് രണ്ടുപേർക്കും അർഹമായിട്ടുള്ളത്. സ്തോത്രം. അവിടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ബൈ ഡിഫോൾട്ട്
ഹാലലിയ വെളിപ്പെടേണ്ട രണ്ടുപേർക്ക് ശിക്ഷാവിധിയ. ഹാലലിയ രണ്ടുപേർക്കും ഡിസേർവ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഹേറ്റ് ആണ്. ഹാലലിയ ദൈവത്തിന്റെ ദ്വേഷമാണ്, ദൈവത്തിന്റെ വിദ്വേഷമാണ് രണ്ടുപേരും ഡിസേർവ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ കാരണമാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യാണ്? ദൈവം ഒരു ഡിസിഷൻ എടുക്കുകയാണ്. സ്തോത്രം. അപ്പൊ ആ ഡിസിഷന്റെ കാരണം ആ മനുഷ്യനിൽ അല്ല നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഗുണമെങ്കിലോ ദോഷമെങ്കിലോ ചെയ്യുന്നതിന് മുമ്പേ, ജനനത്തിന് മുമ്പേ തന്നെ അവർ സെലക്ട് ചെയ്തതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കിക്കോണം. ഹാലലിയ ദൈവത്തിന്റെ സെലക്ഷൻ ഹാലലി ഒരു മനുഷ്യന്റെയും ഗുണം നോക്കിയിട്ടല്ല. ഹാലലിയ. അപ്പം ശേഷമുള്ളവർ കഠിനപ്പെട്ടിരിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്, ഹാലലിയ ഏശാവിനെ ദൈവം എന്ത് ചെയ്തു? അവൻ ഏശാവായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിച്ചു. സ്തോത്രം. പക്ഷെ യാക്കോബിനെ സ്നേഹിച്ചത് മൂലം യാക്കോബിന്റെ ജീവിതത്തെ ദൈവം എന്ത് ചെയ്തു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവൻ എപ്പോഴും ദൈവം പണിതുകൊണ്ടേയിരുന്നു. അവന്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും ഇന്റർഫിയർ ചെയ്തുകൊണ്ടേയിരുന്നു. ഏശാവിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇന്റർഫിയർ ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവൻ വീണ്ടും വീണ്ടും കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കണം. ബൈ ഡിഫോൾട്ട് നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണ്. സ്തോത്രം. എന്റെ അകത്ത് എപ്പോഴും വ്യാപരിക്കുന്ന ഒരു ഡിഫോൾട്ട് നേച്ചർ, ആ ജഡത്തിന്റെ ആ ഒരു ചിന്ത എന്ന് പറഞ്ഞ് എങ്ങനെ എനിക്ക് ദൈവത്തിൽ നിന്ന് അകലാന്നുള്ള. സ്തോത്രം. ഹാലലിയ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിക്കുക എന്നുള്ളതാണ് എന്റെ ക്യാരക്ടർ. ഹാലലിയ. ആ നാശയോഗ്യമായ പാത്രമാണ് ഞാനും. സ്തോത്രം. യൂദായ നാശയോഗ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേ സർട്ടിഫിക്കറ്റ് ഞാനും പിടിച്ചേക്കുന്നു. സ്തോത്രം. ഹാലലിയ. കാരണം യൂദായ്ക്ക് എങ്ങനെ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നുന്നു അതേ ഫീലിങ്സ് എന്നിലും വ്യാപരിക്കത്തുള്ളൂ. കാരണം ഹാലലിയ ആദാമിൽ കിടക്കുന്ന ക്യാരക്ടർ അതാണ്. എങ്ങനെ ദൈവത്തിന്റെ ജീവനിൽ നിന്നാകലാം. ഹാലലിയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സാമ്പിൾ പോലെ ഹാലി ഡെസ്റ്റിനേഷനിലേക്ക് മാപ്പ് ഇട്ടാൽ, ഹാലലിയ അത് റീറൂട്ട് ചെയ്യപ്പെട്ടാൽ പിന്നെയും അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു വടക്കം നോക്കി യന്ത്രത്തിന്റെ സൂചി എപ്പോഴും വടക്കോട്ടിരിക്കുന്ന പോലെ ഹാലലിയ എപ്പോഴും ദൈവത്തിന്റെ ജീവനിൽ നകനാനുള്ള സ്വഭാവമേ ഏശാവിലും ഉള്ളൂ, യാക്കോബിലും ഉള്ളൂ, ബിബി തോമസിലും ഉള്ളൂ. സ്തോത്രം. ഹാലലിയ എല്ലാവരിലും ഈ ഒരു ഹാലലിയ പാപത്തിന്റെ വാഴ്ച കിടക്കുന്നത് കൊണ്ട് ദൈവം ഒരു എക്സ്ട്രാ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടണം, അതേസമയം ദൈവത്തിന്റെ സ്നേഹവും വെളിപ്പെടണം. ഒരേ സമയം ദൈവത്തിന്റെ നീതിയും വെളിപ്പെടണം, ഒരേ സമയം ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടണമെങ്കിൽ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടി ക്രിസ്തുവിനെ അയക്കുകയാണ്. സ്തോത്രം. അവർക്ക് ഏൽക്കേണ്ട ശിക്ഷ, അവരുടെ മേലുള്ള ദ്വേഷം, അല്ലെങ്കിൽ അവരുടെ മേലുള്ള വെറുപ്പ്, അവരുടെ മേലുള്ള ശിക്ഷാവിധി മുഴുവൻ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ അബ്സോർവ് ചെയ്യത്തക്കവണ്ണം അവന്റെ ശരീരത്തെ, അവനൊരു ശരീരം ഒരുക്കി ഹാലിൽ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. സ്തോത്രം. അപ്പൊ നമുക്ക് വേണ്ടി അവൻ പകരക്കാരനായി ആ ദേശത്തെ മുഴുവൻ സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ ആ ഒരു സകല ശിക്ഷാവിധിയുടെ വേദനയെ, ആ നരകതുല്യമായ അനുഭവത്തെ ആ മണിക്കൂറുകൾ കൊണ്ട് ക്രൂശിൽ കർത്താവ് അനുഭവിക്കുമ്പോൾ ഹാലിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ് എനിക്ക് അവിടെ ലഭിച്ചത്. സ്വതം. മതം പറയുന്നത് എന്താണെന്ന് അറിയാം? ഹാലലിയ. കർമ്മ എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് വാട്ട് യു ഡിസേർവ്. പക്ഷെങ്കിൽ ഹാലലിയ കൃപയാൽ നമുക്ക് ലഭിച്ച സുവിശേഷം എന്താണ്? ഹാലലിയ ക്രൈസ്റ്റ് ജീസസ് ഓൾറെഡി ഗോഡ് വാട്ട് യു ഡിസേർവ്. ഹാലലിയ. നമ്മൾ ഡിസേർവ് ചെയ്യേണ്ടതെല്ലാം യേശു ക്രിസ്തുവിന് കിട്ടി. ഇനി കർത്താവ് എന്താണോ ചെയ്തത് അതിന്റെ പ്രവൃത്തിയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. സ്തോത്രം. യു വിൽ ഗെറ്റ് വാട്ട് ദ ലോർഡ് ജീസസ് ഡിസേർവ്ഡ്. ഹാലലിയ. ഹാലലിയ. നമ്മുടെ മക്കളുടെ ഹാലലിയ നമ്മൾ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഹാലലിയ അവർക്ക് സ്കൂളിലെ ഫീസ് പേ ചെയ്യുമ്പോൾ ഹാലലിയ ആ റെസിപ്റ്റ് ഹാലലിയ ആ കുട്ടികളുടെ പേരിൽ ലഭിക്കുന്നത് പോലെ കർത്താവ് ആ വേദന മുഴുവൻ അനുഭവിച്ചതിന്റെ റെസിപ്റ്റ് നമ്മുടെ പേരിൽ എഴുതപ്പെടുകയാണ്. സ്തോത്രം. അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു. സ്തോത്രം. പെന്തക്കോസ്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ ഇതിന്റെ അകത്ത് പഠിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ ജ്യേഷ്ഠാവകാശം യാക്കോബിന് ലഭിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏശാവിന് ലഭിക്കുമായിരുന്നെങ്കിൽ ഏശാവ് അത് നന്നായിട്ട് ഉപയോഗിക്കത്തില്ലെന്ന് ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അത് തിരിച്ച് യാക്കോബിന് കൊടുത്തു. സ്തോത്രം. പക്ഷെ അവിടെ വാക്യത്തിൽ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവര് ജനിക്കുകയോ ഗുണമെങ്കിലോ ദോഷമെങ്കിലോ ചെയ്യുന്നതിന് മുമ്പേ ഹാലലിയ അവരുടെ ഒരു പ്രവൃത്തിയും അതിന് മാനദണ്ഡമാകാതെ വണ്ണം, അവരുടെ ഒരു പ്രവൃത്തിയും ഹാലലിയ സെലക്ഷന് കാരണമാകാതെ വണ്ണം എന്ത് ചെയ്തു? ജനനത്തിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ആ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ആരോട് കരുണ തോന്നണം. സ്തോത്രം. ദൈവം അത് മുന്നമേ സെലക്ട് ചെയ്യുന്നതിന്റെ അർത്ഥം പറയുന്നത് കൃപയാലാണ് ഈ ശേഷിപ്പിനെ ദൈവം പണിയെന്ന് കാണിക്കാൻ വേണ്ടിയോ. സ്തോത്രം. നമ്മുടെ എല്ലാവരെയും അനുസരണക്കേട് കീഴിൽ അടച്ചു വെച്ചിട്ട് ഹാലലിയ ഒരൊറ്റ വാതിൽ അവർക്ക് വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തു ഒരൊറ്റ വാതിൽ, ആ കരുണയുടെ വാതിൽ അല്ലാതെ ആർക്കും ഹാലിലെ ദൈവത്തിന്റെ അവകാശത്തിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം ഹാലിലെ കരുണ വാതിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. സ്തോത്രം. ഹാലിലെ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാം. സ്തോത്രം. ആ ഒരു ശേഷിപ്പിന്റെ ദൈവം പണിതെടുക്കുമ്പോൾ ആണെങ്കിൽ എത്ര വലിയ ഫിൽട്രേഷൻ അവിടെ നടക്കുന്നത് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനം കാണുന്നതും ഹാലിലെ സ്വർഗത്തിലെ ദൂതന്മാർ മുഴുവൻ കർത്താവിനെ ആരാധിക്കുന്ന സ്വർഗീയ ദർശനങ്ങൾക്ക് ശേഷം അവിടെ ഹാലലിയ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവം ജനത്തെ ന്യായം വിധിക്കുകയാണ്. സ്തോത്രം. ആ ദൈവികമായിട്ടുള്ള വിശുദ്ധിയുടെ മുമ്പിൽ
മനുഷ്യന്റെ ഏറ്റവും വലിയ നല്ല പ്രവൃത്തികൾ പോലും അശുദ്ധമായിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയോടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന് പറയുന്നത് പോലെ വായിക്കുകയാണ്. എല്ലാവരും നശിപ്പിക്കാൻ പറയുമ്പോൾ കർത്താവ് എത്രത്തോളം എന്ന് യെശയ്യാവ് ചോദിച്ചപ്പോ, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായ ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഒരു മനുഷ്യനും ആ ഒരു നീതി അർഹിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഇനി 13 വാക്യം നോക്കി, അതിൽ ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ, ഇനി ആരെങ്കിലും എനിക്ക് അല്പം ഗുണമുണ്ട് എന്ന് പറഞ്ഞ് കയറി വന്നാൽ പോലും, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനം ചെയ്ത് ഞാൻ ജന്മം മുതൽ ഹല്ലേലൂയ ദൈവിക പ്രമാണങ്ങൾ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ വരുന്നവരായിരിക്കും. ആരെങ്കിലും ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ എന്താ പറയുക? കർത്താവ് പറയുന്നത്, അവർ വീണ്ടും നാശത്തിന് ഇരയായിത്തീരും. അവരും ഡിസേർവ് ചെയ്യുന്ന എന്താണ്? ഒരു മനുഷ്യനും ഹല്ലേലൂയ കർത്താവ് ഇനിയും കാളിച്ചുകൊണ്ട് ഞാൻ ആ ഫിൽട്രേഷന്റെ അകത്ത് പെടണം എന്ന് ഡിമാൻഡ് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. സ്തോത്രം. അപ്പം എ എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യപ്പെട്ടു, ബി എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യപ്പെടാതിരുന്നു. അപ്പൊ അവിടെ ദൈവത്തിന്റെ നീതി എങ്ങനെ വെളിപ്പെട്ടത്? ഹല്ലേലൂയ, രണ്ടുപേർക്കും ദൈവത്തിന്റെ നീതിയാണ് ഹല്ലേലൂയ ഡിസേർവ് ചെയ്യപ്പെട്ടത്. എങ്ങനെയാണ്? എ എന്ന ഗ്രൂപ്പിനെയും പിടിച്ച് നരകത്തിലിടാനേ കൊള്ളത്തുള്ളൂ, ബി എന്ന ഗ്രൂപ്പിനെയും പിടിച്ച് നരകത്തിലിടാനേ കൊള്ളത്തുള്ളൂ. കാരണം രണ്ടുപേർക്കുള്ള സ്വഭാവം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കഠിനപ്പെടാനേ കഴിയത്തുള്ളൂ. രണ്ടുപേർക്കും ജീവനിൽ അകലാനേ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ നീതി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് രണ്ടുപേരെയും പിടിച്ച്, രണ്ടു കൂട്ടരെയും പിടിച്ച് നരകത്തിൽ ഇടുക എന്നുള്ളത്. അതവിടെ കാണുന്നത് ഒരു ചെറിയ ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും. സ്തോത്രം. എങ്കിലും താങ്ക് യു ലോർഡ് ജീസസ്. അവിടെയാണ് ഹല്ലേലൂയ നമ്മുടെ കണ്ണ് നനയിക്കുന്ന കാര്യം പറയുന്നത്. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ പോലും ദൈവത്തിന് മുമ്പിൽ നാശത്തിന് ഇരയായി തീരുമ്പോൾ, ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. കണ്ണുനീരില്ലാതെ എങ്ങനെ വായിക്കാൻ കഴിയും? സ്തോത്രം. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അതും നാശത്തിന് ഇരയായി തീരുമെന്ന് ഡിസേർവ് ചെയ്തു വെക്കുമ്പോഴും ആ കാലത്തിലും ദൈവത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പിന്നെ വിളിച്ചു പറയുകയാണ്, ഈ 2024-ലും ദൈവം നോക്കിയാൽ എല്ലാറ്റിനെ പിടിച്ച് ഒരുപോലെ ഹല്ലേലൂയ നാശത്തിന് ഇരയാക്കത്തക്കവണ്ണം ആ നരകത്തിന് ഡിസേർവ് ചെയ്ത് തള്ളി നശിപ്പിക്കുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ പർപ്പസ് ഒരു കുത്തും കോമായും കൂടി ഇടുകയാണ് ആ വചനത്തിന്റെ അകത്ത്. ആ കോമയ്ക്കകത്താണ് ഞാൻ അറിയപ്പെട്ടത്. സ്തോത്രം. അവിടെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നില്ല. ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അതും നാശത്തിനിരയായി തീരുമെന്ന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ദൈവത്തിന് അവസാനിപ്പിക്കാം. ദൈവം ഒന്നിനും ഡിമാൻഡ് ചെയ്യുന്നില്ല. സ്തോത്രം. ദൈവം ഒന്നിനും നിർബന്ധിക്കപ്പെട്ടവനല്ല. എങ്കിലും അവിടെ ഒരു കോമായിടുവാൻ ദൈവത്തിന്റെ ആത്മാവിന് തോന്നി. ആ കോമായ്ക്കകത്താണ് ഞാൻ പെട്ടത്. സ്തോത്രം. ആ കോമായ്ക്കകത്ത് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, വിശുദ്ധ സന്തതിയെ ഒരു കുറ്റിയായി ശേഷിപ്പിക്കാൻ. ഹല്ലേലൂയ. വേരോടെ ഉണക്കിക്കളഞ്ഞ് നശിപ്പിക്കാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. ദൈവം അതാണ് നീതിയിൽ ചെയ്യേണ്ടത്. പക്ഷെ തന്റെ കരുണയുടെ ആധിക്യം വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ആ ശിക്ഷ കർത്താവിന്റെ മേലാക്കപ്പെട്ടിട്ട് ഒരു ഉണക്ക ഹല്ലേലൂയ മരത്തോട് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഭാവിന്റെ ജീവനെ ക്രൂശിന്മേൽ തകർത്തു വിട്ടിട്ട് പകരം ഹല്ലേലൂയ ആ കോമയ്ക്കകത്ത് എല്ലാ കാലത്തും ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഒരു ശേഷിപ്പിനെ ദൈവം തന്റെ ഹൃദയത്തിൽ കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ സന്തതിയെ ഒരു കുറ്റിയായി ശേഷിപ്പിക്കത്തക്കവണ്ണം. ഹല്ലേലൂയ. 22-ാം സങ്കീർത്തനത്തിൽ മശികൈക സങ്കീർത്തനത്തിൽ അവന്റെ അവസാനമേനെ കാണുന്നത് ഹല്ലേലൂയ ഒരു സന്തതി അവൻ കണ്ടു. ഹല്ലേലൂയ. ഒരു പ്രവചനവാക്യമായി അവൻ കാണുകയാണ്. ഞാൻ തകർത്തപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഒരു വിശുദ്ധ സന്തതി അവിടെ ഉത്ഭവിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതനായി വെളിപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കുറ്റിയായി ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ആര്? ഹല്ലേലൂയ. യിശായിയുടെ പേരിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്രായേലിന് ഇതൊക്കെ അവകാശപ്പെട്ട് കിടന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ 9-ാം റോമലേഖനം 9 നമ്മൾ പഠിച്ചു വന്നതിന്റെ ആദ്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ജാതികളോട് പറയുകയാണ്. സ്തോത്രം. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് എന്റെ ചാർച്ചക്കാരായിട്ടുള്ള ഇസ്രായേൽ രക്ഷിക്കപ്പെടണമെന്ന്. കാരണം ജഡപ്രകാരം ക്രിസ്തു അവർക്കാണുള്ളത്, അവർക്കാണ് വാഗ്ദത്തങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്, അവർക്കാണ് ന്യായപ്രമാണത്തിന്റെ അവകാശം പറയാനുള്ളത്. പക്ഷെങ്കിൽ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ഇത് ജാതികളിലേക്ക് ഈ കൃപ പകരപ്പെടണം. ഹല്ലേലൂയ. ഒരു ദശാംശം വിശേഷിച്ചാൽ എല്ലാവരും ഹല്ലേലൂയ
ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുമ്പോൾ ആ കോമയ്ക്കകത്ത് ബ്രാക്കറ്റിന്റെ അകത്ത് ദൈവത്തിന് നമ്മളെപ്പോലുള്ള ജാതികളെ അകത്തേക്ക് ഉൾപ്പെടുത്തണം. സ്തോത്രം. ആ ജാതികളായ നമുക്ക് ഇസ്രായേലിനോട് അന്യരും പരദേശിയുമായി നമുക്ക് ഈ കൃപ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ കുറെ നാളത്തെ ദൈവത്തിന്റെ അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം. അവരുടെ പരിജ്ഞാനപ്രകാരം അല്ലാതെ കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാതിരിക്കെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി. സ്തോത്രം. അവർക്കത് ആ കല്ല് ഇടർച്ചക്കല്ലായി മാറിയപ്പോൾ നമുക്കത് നിത്യജീവനിലേക്ക് വഴി തുറന്ന ഒരു മൂലക്കല്ലായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്താൽ മതിയാകും. സ്തോത്രം. ഹാലേലൂയ. നമ്മൾ സിസ്റ്റം പാടിയ പാട്ടിനതിന്റെ ലൈൻ എങ്ങനെയാണ്? ഹാലേലൂയ. ഒരു ആയുസ് മുഴുവൻ ഞാൻ കണ്ണീരൊഴുക്കിയാലും ഈ പാപക്കറ മാറുമോ? സ്തോത്രം. കാരണം ഹാലേലൂയ ഒരു ദശാംശമെങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്, ആ ദശാംശത്തിലേക്ക് പെടുന്ന ആൾക്കാരാണ് ഒരു ആയുസ് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, രക്ഷയ്ക്ക് വേണ്ടി കരയുന്നവർ. പക്ഷെങ്കിൽ അതിനെ മുഴുവൻ തൂക്കിയെടുത്ത് നോക്കിയാലും അവരെ രക്ഷിക്കാൻ കൊള്ളത്തില്ല. സ്തോത്രം. അവരെ വേരോടെ കത്തിക്കാനേ കൊള്ളത്തുള്ളൂ. ദൈവം മാത്രം കാരണഭൂതനായി നിന്നുകൊണ്ട് ആ കരുണയുടെ ആധിക്യം വെളിപ്പെട്ടാൽ മാത്രമേ നാശയോഗ്യമായ കോപപാത്രങ്ങൾ എന്ത് ചെയ്യുകയാണ്? തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളാക്കി ദൈവം തെരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ പറയുന്ന ബാക്കി മുഴുവൻ റോമാലേഖനം കിടക്കുന്നതാണ്. സ്തോത്രം. നാശയോഗ്യമായ കോപപാത്രങ്ങൾ നമുക്ക് ലഭിച്ച പേരാണത്. സ്തോത്രം. യൂദായെപ്പോൾ നാശയോഗ്യനാണ് നമ്മളും. പക്ഷെങ്കിൽ ഹാലേലൂയ ദൈവം എന്ത് ചെയ്യുകയാണ്? തന്റെ തീരുമാനത്തിൽ, തന്റെ നിർണയത്തിൽ, തന്റെ ഇഷ്ടത്തിൽ എന്ത് ചെയ്യാണ്? ജാതികളെ കൂടി അവകാശത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തത്തിലേക്ക്, ഹാലേലൂയ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ എന്നുള്ള വാക്തത്വത്തിലേക്ക്, ആ കൊമ്പിന്റെ അവകാശത്തിലേക്ക് വരുവാൻ, ഹാലേലൂയ, ആ വേര് അനുഭവിക്കുന്ന ആ ജീവന്റെ അവകാശത്തിലേക്ക് വരുവാൻ നമ്മളെയും ജാതികളായ നമ്മളെയും കർത്താവ് അതിനോട് ചേർത്തൊട്ടിക്കുകയാണ്. സ്തോത്രം. 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 അതുകൊണ്ട് ഹാലേലൂയ അധികം നല്ലതായിട്ടുള്ളതിനെ നോക്കിക്കാണുവാൻ സകല വിശുദ്ധന്മാരോടുമൊപ്പം നമുക്കും ഈ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണപ്രകാരം അല്ലാതെ ആരും ഇതിന്റെ അകത്ത് കിടക്കത്തില്ല. സ്തോത്രം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ ലിസ്റ്റ് എല്ലാം പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ടൈറ്റിൽ, നോഹയ്ക്ക് ഇന്ന ഗുണമുണ്ടായിരുന്നു, അബ്രഹാമിന് ഇന്ന ഗുണമുണ്ടായിരുന്നു, യാക്കോബിന് ഇന്ന ഗുണമുണ്ടായിരുന്നു, യോസേഫിന് ഇന്ന ഗുണമായിട്ട് ഒന്നുമല്ല പറയുന്നത്. വിശ്വാസത്താൽ. സ്തോത്രം. ആരൊക്കെ ഈ കരുണയെ നോക്കി വിശ്വസിച്ചുവോ അവർക്ക് വേണ്ടി ഈ കരുണ ഒഴുക്കി കൊടുക്കുവാൻ ദൈവത്തിന് ഹിതം തോന്നി. സ്തോത്രം. തന്റെ ഹിതത്തിന്റെ മർമ്മം അതായിരുന്നു. സ്തോത്രം. ഇത് ജാതികൾക്കും വെളിപ്പെടുത്തുവാൻ ഇഷ്ടമായെന്നാണ് പൗലോസ് ഇവിടെ തെളിയിച്ചു വരുന്നത്. സ്തോത്രം. ഹാലേലൂയ. അതുകൊണ്ട് ആ കരുണാധിക്യത്തെ ഓർക്കാം. ഹാലേലൂയ. ആ ക്രൂശിൽ നടന്ന ആ കരുണാധിക്യമായിട്ടുള്ള ആ പ്രവൃത്തി മുഖാന്തരം നമുക്കും ഈ ശേഷിപ്പിന്റെ അകത്ത് പെടുവാൻ ഈ കാലത്തിലും ഹാലേലൂയ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കും. ഒരു സാധ്യതയുമില്ലായിരുന്നല്ലോ നമ്മൾ വിശേഷം അറിയാൻ. സ്തോത്രം. ഹാലേലൂയ. ഒരു സാധ്യതയുമില്ലായിരുന്നല്ലോ നമ്മൾ ഈ അവകാശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ. സ്തോത്രം. പക്ഷെങ്കിൽ ഈ അവകാശം അനുഭവിക്കുന്ന മക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ വേലക്കാർ പ്രവർത്തിച്ചാലും നമ്മൾ ആധാരം അവരുടെ പേരിൽ എഴുതുവോ? സ്തോത്രം. ഒരിക്കലുമില്ല. സ്തോത്രം. എനിക്ക് ഇഷ്ടമുള്ള ഈവൻ എന്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് തന്നെ ചില വേലക്കാർ പ്രവർത്തിച്ചാൽ പോലും ഞാൻ എന്റെ ആധാരം അവർക്ക് എഴുതി കൊടുക്കും, എന്റെ അവകാശം അവർക്ക് എഴുതി കൊടുക്കത്തില്ല. പക്ഷേ അവകാശം എഴുതി കൊടുക്കണമെങ്കിൽ അവൻ മകനായി ജനിക്കണം. സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്യുകയാണ്? ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി തരികയാണ്. സ്തോത്രം. എത്ര ക്വാളിറ്റിയുള്ള വ്യക്തികൾ പോലും ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് സ്റ്റെപ്പ് ഇറങ്ങിയവർക്ക് വ്യക്തി പോലും അനേക ജ്ഞാനികൾക്കും പ്രവാചകന്മാർക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കളായി നമുക്ക് വെളിപ്പെടുത്താൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് തരികയാണ്. സ്തോത്രം. ഒരു ജഡത്തിനൊന്ന് പ്രശംസിക്കാൻ കഴിയാതെ വണ്ണം ആണ് ഈ ദൈവം വഴിയെ സെറ്റ് ചെയ്യുന്നത്. ആ ഫിൽട്രേഷൻ നടക്കുന്ന ഒരു ജഡത്തിനും ഒന്നും പുകഴാൻ കഴിയാതെ വണ്ണം ഹാലേലൂയ അവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. അവനും കർത്താവിന് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹാലേലൂയ. അവൻ അവസാനം കർത്താവിന് സന്നിധി ചെല്ലുമ്പോഴും കുഞ്ഞാടെ നീ യോഗ്യൻ പറയണം. ഹാലേലൂയ. കുഞ്ഞാടെ നീ മുഖാന്തരം മാത്രമെന്ന് പറയണം. സ്തോത്രം. അവനും തന്റെ കിരീടം താഴെ വെക്കണം. ഈ ഒരു സെറ്റിംഗ്സിലാണ് ദൈവം ഈ രക്ഷയെ പദ്ധതി കൊണ്ട് ഹാലേലൂയ രക്ഷാപദ്ധതി ദൈവം നിർണയിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹാലേലൂയ. അതുകൊണ്ട് അനേക വിശുദ്ധന്മാർ സെലക്ട് ചെയ്യപ്പെട്ടത് ഈ ഒരു കരുണയുടെ വഴിയാണ്. സ്തോത്രം. അവരോടൊപ്പം അവർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അനേക വിശുദ്ധന്മാർ മരിച്ചു കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് കഴിഞ്ഞിട്ട് 12 ഇങ്ങനെയാണ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. സ്തോത്രം. സാക്ഷി എന്ന് പറയുന്ന ബൈബിളിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വിറ്റ്നസ് എന്ന പദമാണ്. അത് കോടതിയിൽ ഉപയോഗിക്കുന്ന ലീഗൽ ടേമാണ്. സ്തോത്രം. എന്നാൽ റൂട്ട് വേണ്ടി കാണുന്നത് മാർട്ടിയർ എന്ന പദമാണ്. രക്തസാക്ഷി എന്നുള്ള അർത്ഥത്തിലാണ്. സ്തോത്രം. അവരെന്ത് ചെയ്തു? കർത്താവിനെ ഈ മഹാസത്യം അറിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ജീവൻ പോലും വലുതായിട്ട് തോന്നിയില്ല. അവർ തങ്ങളുടെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയില്ല. കാരണം ഇത്ര വലിയ രക്ഷയാണല്ലോ കിട്ടിയെന്നുള്ള മഹാബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഭേദ്യമേറ്റു, അവർ വേദന അനുഭവിച്ചു, അവർ ഗുഹകളിൽ നടന്നു, അവർ കല്ലേറ് കൊണ്ടു. അവർക്ക് വരാനിരിക്കുന്ന വലിയ അധികമായ
ആയിട്ടുള്ള നല്ലതിനെ നോക്കി പാർത്ത് ജീവിക്കുവാൻ, വിശ്വാസത്തിൽ മരിക്കുവാൻ സാധിച്ചു. എന്നാൽ ഹല്ലേലൂയ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടിയും കൂടെ, ആ ഒരു കോമയുടെ ഹല്ലേലൂയ അർത്ഥം നോക്കിക്കേ, സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അധികം ഒന്ന് നല്ലത് മുൻകരുതുവാൻ, നമ്മളെയും കൂടി ആ ഒരു ഹല്ലേലൂയ പദ്ധതിയിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ ദൈവം ഹല്ലേലൂയ കാണിച്ച മഹാകരുണയ്ക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മഹാവിശുദ്ധന്മാരോടൊപ്പം കർത്താവിന്റെ ശരീരത്തിന് അവയവമാകുവാൻ, അതിന്റെ ഒരു പാർട്ടാകുവാൻ ഈ അന്ത്യകാലത്തും ഈ കാലത്തും ദൈവം തന്റെ ശേഷിപ്പിനെ കാണിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആ ഒരു സ്തോത്രത്തോടുകൂടെ, ആ ഒരു നന്ദിയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ ഓരോ ഭാഗം മുറിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും ഈ കാലത്തിൽ ആ ശേഷിപ്പിന്റെ അകത്തേക്ക് കടക്കുവാൻ ദൈവം കരുണ ചെയ്തു. ഹല്ലേലൂയ. ഇത് വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ മരണത്തിനെയാണല്ലോ, സ്തോത്രം. ആ മരണം യേശു എന്ന ഇന്റർലിങ്ക് സംഭവിച്ചത് മൂലം, ആ ശിക്ഷാവിധി അബ്സോർബ് ചെയ്തത് മൂലം, ആ മരണം എന്ന ലക്ഷ്യത്തെ യേശു തന്റെ ശരീരത്തിൽ ഏറ്റത് മൂലം നമുക്ക് ജീവനുടെ പുതുവഴിയിലേക്ക് കടക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു പാട്ട് എടുത്തിട്ട് അത് അടുത്ത സഹോദരനിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ, ഞാൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ കരുണ എന്ന വാതിലൂടെ മാത്രമാണ് ഇതിന്റെ അംശയായി മാറിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിങ്ങനെ സഭയിൽ മുഴുവൻ എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ പല ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, പല ക്വാളിഫിക്കേഷൻ ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇതിന്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് ഓർക്കാനുള്ളത് ഹല്ലേലൂയ തുറക്കപ്പെട്ട കല്ലറയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ അടക്കപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു മുഖാന്തരം, ആ കരുണയുടെ വഴി മുഖാന്തരം മാത്രമാണ് നമുക്ക് ഇതിലേക്ക് പ്രവേശനം ലഭിച്ചത്. സ്തോത്രം. അവൻ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി തന്നു. ഹല്ലേലൂയ. കാരണം അത് ആവശ്യമായിരുന്നു. കാരണം ദൈവത്തിന്റെ നീതി അങ്ങനെ വെളിപ്പെടുത്തുള്ളൂ. അവൻ പൂർണ്ണമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ പാപത്തെ ദൈവം ഹല്ലേലൂയ ചെറുതായിട്ടല്ല, വളരെ സീരിയസ് ആയിട്ടാണ് ദൈവം കാണുന്നത്. ആ പാപത്തെ ദൈവം സീരിയസ് ആയിട്ട് കണ്ടതിന് ഒത്തവണ്ണം അവസാനത്തുള്ള രക്തം വരെയും ഹല്ലേലൂയ പാപമില്ലാത്തവൻ ഒഴുക്കി കളഞ്ഞിട്ട് ഹല്ലേലൂയ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഗിഫ്റ്റ് തരുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ ഫ്രീ ആയിട്ടുള്ള രക്ഷ നമുക്ക് അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ അയ്യപ്പവീങ്ങൾ ഭാഗവാക്കാകുമ്പോൾ നമുക്ക് ആ മരണത്തെ ഓർക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ മരണത്തെ ഹല്ലേലൂയ കർത്താവിന്റെ വരവരെയും ഹല്ലേലൂയ നമ്മൾ എല്ലാ ചെയ്ത് കൂടി വരുമ്പോൾ നമുക്കൊന്നേ പാടാനുള്ളൂ, കുഞ്ഞാടേ നീ യോഗ്യൻ, അങ്ങൊഴുക്കിയ രക്തമുഖാന്തരം സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ അങ്ങേക്ക് ഹിതം തോന്നിയില്ല. നമ്മുടെ അകത്തുയരുന്ന നന്ദിയുടെ പ്രകാശനം ഇതായിരിക്കണം. നമ്മുടെ അകത്തുയരുന്ന ഓർമ്മയുടെ വാക്കുകൾ ഇത് മാത്രമായിരിക്കണം. കുഞ്ഞാട് തകർക്കപ്പെട്ടത് മൂലം. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 വാക്യങ്ങൾ ഹല്ലേലൂയ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ, ആ ഒരു നന്ദിയോടുകൂടെ ഹല്ലേലൂയ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കരുണാധിക്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന രക്തമുഖാന്തരം, ആ ഹല്ലേലൂയ നുറുക്കപ്പെട്ട ശരീരമുഖാന്തരം ഈ ജീവനിലേക്ക് കടക്കുവാൻ, ഈ കാലത്തിൽ ആ ശേഷിപ്പിൽ ഉൾപ്പെടുവാൻ ദൈവം നമുക്ക് കരുണ ചെയ്തുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മണൽത്തരി പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിർണയത്തിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ദൈവം കണ്ടവരെ ദൈവം ഒരു നാൾ തള്ളിക്കളയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ദൈവത്തോട് തന്നെ ചെയ്യുന്നൊരു കവനന്റ് ആണ്. 128-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ദൈവം തന്റെ നിയമം, തന്റെ വചനത്തെ തന്റെ നാമത്തിനും ഇതേ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത്ര ഉറപ്പാണ്. ഹല്ലേലൂയ. ഒരു ആണയോടുകൂടെ ഉറപ്പോട് തന്നിരിക്കുകയാണ്. സ്തോത്രം. തന്നെക്കാൾ വലിയവനെ കൊണ്ട് ഹല്ലേലൂയ 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 ഉറപ്പ് കൊടുക്കാൻ കഴിയാത്ത മൂലം തന്റെ പേര് വെച്ച് തന്നെ സ്തോത്രം ദൈവം ആ കവനന്റ് ഏർപ്പെടുക, തന്റെ പുത്രനോട് കവനന്റ് ചെയ്യപ്പെടുകയാണ്. സ്തോത്രം. ഒരു മനുഷ്യനെ എന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചില്ല, കാരണം മനുഷ്യന്റെ ബലഹീനത അത്രത്തോളം. അതുകൊണ്ട് ഈ ആണ എത്രത്തോളം ഉറപ്പുള്ളത് കാണിക്കേണ്ടതിന് ആ പുത്രനോട് തന്നെ കവനന്റ് ചെയ്യുകയാണ്. സ്തോത്രം. അവരുള്ളിൽ നാൾ തള്ളിക്കളയാതെ അവസാനത്തോളം ഹല്ലേലൂയ പ്രവൃത്തി തികയ്ക്കാമെന്നുള്ള ഹല്ലേലൂയ ഒരു കവനന്റിലേക്ക് യേശു വിശേഷമേറിയ ശുശ്രൂഷയ്ക്ക് ഉത്തരവാദിയാക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കൊന്നും പുകഴാനില്ലല്ലോ, നമുക്കൊന്നും പ്രശംസിക്കാനില്ലല്ലോ. എല്ലാം ദൈവം തുടങ്ങി, യേശു ഹല്ലേലൂയ നിവർത്തിച്ചു, പരിശുദ്ധാത്മാവ് നമ്മളിൽ അത് ഹല്ലേലൂയ ഫുൾഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ആ ത്രിയേക ദൈവത്തിന്റെ വർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവ് മുൻനിർണയിച്ചു, പുത്രൻ നമുക്ക് വേണ്ടി രക്തമൊഴുക്കി, പരിശുദ്ധാത്മാവ് നമ്മളെ സീൽ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ആ വർക്ക് നമ്മൾ ഫുൾഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ദൈവം കാരണഭൂതനായി തീർന്നിരിക്കുന്ന ഈ രക്ഷയുടെ വർക്ക്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വർക്ക് നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീരെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്വീർ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും
പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കീറപ്പെട്ട ശരീരം ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി അവൻ മരിച്ചു എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ ഭാഗമാക്കാം. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ സ്നാനപ്പെട്ട് കർത്താവിന്റെ പാതയിൽ ജീവിക്കുന്ന ആ കരുണാധിക്യത്തെ ഓർക്കുന്ന എല്ലാവർക്കും ഈ അപ്പവീഞ്ഞുകളിൽ ഭാഗവാക്കാകാമെന്ന് ഓർക്കുന്ന അതേ സമയം ശശിമ ബ്രദർ ചുടുനീളം ഒഴികെ പാട്ട് പാടുമ്പോൾ നമുക്ക് ഇതിലും സ്തോത്രം. വഴികൾ ഇതോടെ ഞാൻ